ഹലോ ഗേസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. നിഖിലേട്ടൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ നിഖിലേട്ടൻ പറഞ്ഞ് നമ്മളോട് ഇവിടെ ഒരു ചെറിയൊരു ആറുണ്ട്, അത് കാണാൻ പോകാമെന്ന് പറഞ്ഞ്. കല്ലടയാറാണ് ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ നിഖിലേട്ടൻ പറഞ്ഞ് നമുക്ക് ഇവിടെ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നമ്മളിതാ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാണുന്നത്. അപ്പോൾ നമ്മളിത് റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ മലമ്പാമ്പ് അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട് എന്നാണ് പറയണത്, പന്നി. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടി തോന്നിപ്പോവും. അത്രയും എന്താ പറയുക, ഫുള്ള് ചുറ്റിന് റബ്ബർ തോട്ടം മാത്രമാണ് ഇവിടെ ഉള്ളത്. പുള്ളിക്കാരൻ നമ്മളോട് സംസാരിക്കൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഷനാണ്. ക്യാമറയിൽ മുഖം കാണിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ വീഡിയോ എടുക്കണ അപ്പം തന്നെ കണ്ട അവിടെ തന്നെ പുള്ളിക്കാരൻ തല പെട്ടെന്ന് തിരിക്കിട്ടോ. എന്താ പറയുക, ഓരോരുത്തർ ഇത് അങ്ങനെയാണല്ലോ. പുള്ളിക്കാരൻ നമ്മൾ പറയുന്ന എന്ത് കേട്ടാലും അപ്പം ഇങ്ങനെ ചെവി ഇങ്ങനെ പൊത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കും. പക്ഷേ പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എന്താ പറയുക, പണ്ട് കാലത്ത് പുള്ളീൻ്റെ ചെറുപ്പകാലത്ത് പുള്ളി ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിലോട്ട് പുള്ളിക്കാരൻ ആദ്യമൊക്കെ ഇതിലെ തന്നെയാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഇവിടെ റബ്ബറൊക്കെ വെട്ടിയിരുന്നതാണ്. ഇപ്പോൾ റബ്ബറൊന്നും വെട്ടുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. നീലേട്ടാ, ഈ പാലം പൊളിയോ? പൊളിഞ്ഞാൽ ഞാൻ വെള്ളത്തിലുണ്ടാവും കേട്ടോ. താഴെ ഉണ്ടാവും കേട്ടോ. എന്ത് പറഞ്ഞിട്ടും പുള്ളിക്കാരനോട് ഒരു കാര്യമില്ല. പുള്ളിക്കാരൻ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ നമ്മളിത് ചെറിയൊരു പാലത്തിൻ്റെ അവിടെത്തി. ആ പാലത്തിൻ്റെ അവിടെ ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ തന്നെ നമ്മൾ കുറേ ആമകളെ കണ്ടിരുന്നു. ആമകൾ നമ്മളെ കണ്ട പാടത്തിനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഒരു ആമ അപ്പോൾ ആ പുല്ലിൻ്റെ അടുത്തുണ്ട്. ഇതാ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാതാ ഇടത്തെ സൈഡിലായിട്ട് ആ പുല്ലിൻ്റെ ഇടയിൽ, ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിലായിട്ടുണ്ട്. അങ്ങനെ കല്ലടയാറിൻ്റെ അടുത്തോട്ട് പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോയി ചെളിയിൽ അങ്ങോട്ട് വീത്തിട്ട് ഞാൻ ചെളിയിൽ ആപ്പാട് വീണ്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പോണ വയ്യന്നപ്പം നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് ചെളിയും കാര്യങ്ങളായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുണ്ട് കല്ലടാറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വന്നതാണ്. ഇപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ ഒരു കാരണവശാലും എന്താ ക്യാമറയിൽ മുഖം ഒന്നും കാണിക്കത്തില്ല. പുള്ളിക്കാരൻ ഭയങ്കര നാണാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറയുന്നില്ല. ക്യാമറ ഓഫാക്കിയ പുള്ളിക്കാരൻ നമ്മളോട് സംസാരിക്കും, അല്ലാതെ നമ്മൾ സംസാരിക്കേയില്ല പുള്ളിക്കാരൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ. ഇതാണപ്പോൾ കല്ലടാറിൻ്റെ ചെറിയൊരു ഭാഗം.